നമസ്കാരം. നിഗൂഢതകളുടെ 20-ാം മണിക്കൂറാണ്. പൈവളികയിൽ അങ്ങ് കാസർഗോഡ് ഒരു ലോറി ഡ്രൈവറായിരുന്ന മുഹമ്മദ് ആസിഫ് മരിച്ചിട്ട് വർഷം ഏറെക്കുറെ ഒന്നാകുന്നു. ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലാണ് അന്വേഷണം. ഒന്നും ആയിട്ടില്ല, എങ്ങും എത്തിയിട്ടില്ല എന്ന് കുടുംബം പറയുന്നു. കൊലപാതകമെന്നാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇനി ഇംഗ്ലണ്ടിലെ ഒരു മോർച്ചറിയിൽ ഒരു യുവതിയെ മരിച്ചു കൊണ്ടുവന്നു. ആ മോർച്ചറിയിൽ വെച്ച് ആ യുവതി വീണ്ടും ജീവനുള്ളതാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. എന്താണ് ആ മോർച്ചറിയിൽ സംഭവിച്ചത്? നിഗൂഢതകളുടെ ഈ സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുകയാണ് 20th അവർ. സ്വാഗതം. മഞ്ചേശ്വരം ബായർ പദവിയിലെ മുഹമ്മദ് ആസിഫിന്റെ മരണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ട് 1 വർഷമാകാൻ പോവുകയാണ്. എങ്ങും എത്തിയിട്ടില്ല അന്വേഷണം. എന്താണ് അന്ന് പൈവളികയിലെ ആ റോഡരികിൽ സംഭവിച്ചത്? പരിശോധിക്കാം. മഞ്ചേശ്വരം ബായാർ പദവിലെ ടിപ്പർ ലോറി ഡ്രൈവറായിരുന്നു മുഹമ്മദ് ആസിഫ് എന്ന ചെറുപ്പക്കാരൻ. അത് ഒരു ബുധനാഴ്ച ദിവസമാണ്. കൃത്യം പറഞ്ഞാൽ ജനുവരി 15-ാം തീയതി. പൈവളിക കായൽക്കട്ടയിലെ റോഡരികിൽ നിർത്തിയിട്ട നിലയിലായിരുന്നു ആ ലോറി. അതിനുള്ളിൽ മുഹമ്മദ് ആസിഫ് മരിച്ച നിലയിൽ. ലോറിയുടെ ഉള്ളിലും ഡ്രൈവറുടെ സീറ്റിന് സമീപമുള്ള ഡോറിലും രക്തക്കറയുണ്ടായിരുന്നു. യുവാവിന്റെ ശരീരത്തിൽ കണ്ട ചില പാടുകൾ, ചില പരുക്കുകൾ, അവിടെയാണ് സംശയം ഉടലെടുക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇടുപ്പിലെ പൊട്ടലിനെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമായത് എന്ന് പറയുന്നു. ടിപ്പർ ലോറിയുടെ ഉള്ളിൽ നിന്ന് ലാത്തിയുടെ കഷ്ണം കണ്ടെത്തിയെന്നും പരാതിയിൽ, കുടുംബം ഉന്നയിച്ച പരാതിയിൽ പറയുന്നുണ്ട്. പോലീസിന്റെ മർദ്ദനം നടന്നുവോ എന്ന് വീട്ടുകാർ അന്നേ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കൊലപാതകം 100 കൊലപാതകം തന്നെ ഞങ്ങൾക്ക് ഉറപ്പും. 100 കൊലപാതകം പരാതി പോലീസിന് കൊടുത്തു, പിന്നെ ക്രൈംബ്രാഞ്ച് കൊടുത്തു. ക്രൈംബ്രാഞ്ച് പറഞ്ഞ് നിങ്ങൾ തിരക്കാക്കണ്ട, ഞങ്ങൾ 3 മാസത്തെ അങ്ങനെ തെളിവാക്കാന്ന് പറഞ്ഞു. 3 മാസം ഒരു കൊല്ലമായിട്ടും ഒരു തെളിവുമില്ല. ആസിഫിന്റെ ഉറ്റ ബന്ധുവാണത്, അച്ഛന്റെ സഹോദരൻ. അയാൾ പറയുന്നത് കേൾക്കുക. എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതിലൊരു ദുരൂഹതയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ആ കുടുംബം. പുലർച്ചെ ഏതാണ്ട് 2 മണിയോട് കൂടിയാണ് ടിപ്പർ ലോറിയുമായി ഈ പറയുന്ന ആസിഫ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്നാണ് ബന്ധുക്കൾ നൽകിയിരിക്കുന്ന മൊഴി. പോലീസിനും ക്രൈംബ്രാഞ്ചിനും അതേ മൊഴി തന്നെ നൽകിയിട്ടുണ്ട് ബന്ധുക്കൾ. വീട്ടിൽ നിന്നും മാറി ഏതാണ്ട് 3 കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു റോഡരികിൽ നിർത്തിയിട്ട നിലയിൽ ആ ലോറി കണ്ടെത്തുന്നത്. ഉള്ളിൽ മൃതദേഹവും. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ആസിഫിന്റെ കുടുംബം. ആസിഫിന്റെ കുടുംബം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ അതിൽ ചില കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ആസിഫിന്റെ ഉമ്മ പറയുന്നത് കേൾക്കാം. സംഭവം നടന്ന ടൈമില് ക്രൈംബ്രാഞ്ചിന് കേസ് ഇതാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടേ. ഇപ്പൊ ഒരു കൊല്ലായിക്കൊണ്ടിരുന്നു. ഇത് അന്വേഷണം കിട്ടിയിട്ടില്ല. എനിക്ക് എന്തെന്നിട്ട് അറിയില്ല. ഇതിനോട് ഈ ഭാഗത്തിൽ വന്നിട്ടില്ല. എൻ്റെ മോനെ കൊല ചെയ്തത് എനിക്ക് നല്ലോണം ഇതുണ്ട്. കൊല ചെയ്തത് തന്നെ സംശയം എനിക്ക് അറിയുന്നില്ല, നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണല്ലോ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ തദ്ദേശീയമായി ഈ വിഷയം ചർച്ചയാകുന്നുണ്ട്. അതിൽ ചില രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു യുവജന നേതാവിനും സുഹൃത്തുക്കൾക്കുമെതിരെ ശബ്ദ സന്ദേശങ്ങൾ അത് പ്രചരിച്ചിരുന്നു അടുത്ത കാലഘട്ടത്തിൽ. അതാണ് വിവാദങ്ങളിലേക്ക് കൂടുതൽ നയിച്ചത്. ഒരു വാർത്താ സമ്മേളനം നടത്തി അവർ കാര്യങ്ങൾ വിശദീകരിച്ചുവെങ്കിലും തെറ്റായിട്ടുള്ള പ്രചാരണം തുടരുകയാണ് എന്ന ആരോപണമാണ് ആസിഫിന്റെ ഉമ്മ ഉന്നയിക്കുന്നത്. ആസിഫിന്റെ ഉമ്മ പറയുന്നതനുസരിച്ച് കോൺഗ്രസ് പാർട്ടി ഇതിനായി അനുകൂലമായി രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ ഉന്നത അന്വേഷണം വേണമെന്നുള്ള അഭ്യർത്ഥന രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നുമുണ്ട്. പിന്നെ ഈ
കേസുമായി ഇതാക്കിയിട്ട് ആരും എന്ത് വീട്ടുകാരനും എന്നിട്ടില്ല. അവൾക്ക് എന്ത് ഒരു സമാധാനം ഇതാക്കിയിട്ടില്ല. ഈ കോൺഗ്രസിൻ്റെ വന്നതിന് ഇതാക്കി ഈ മുസ്തഫ ചെല്ലിന് ആൾക്കൊരു വാക്ക് തന്നെയാണ് ഞാൻ ഈ കേസിന് എന്തായാലും തെളിയിക്കും നിങ്ങൾക്ക് ഇതാക്കിയിട്ട് തരാൻ ആ ഒരു സമാധാനം ഉണ്ടാണ്. മഞ്ചേശ്വരം പോലീസാണ് ഇതിൽ ആദ്യം കേസ് അന്വേഷിച്ചു തുടങ്ങിയത്. അസ്വാഭാവിക മരണത്തിനാണ് അന്ന് കേസ് എടുക്കുന്നത്. പിന്നീട് ഈ കുടുംബത്തിന്റെ ആവലാതി പരിഗണിച്ച് അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്ന സാഹചര്യമായി. ഏതാണ്ട് 1 വർഷത്തോളമായിട്ടും ഇതുവരെയും ഒരു നിഗമനത്തിലേക്കും ക്രൈംബ്രാഞ്ച് സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആക്ഷേപം. അതൊരു കൊലപാതകമാണ് എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോൾ പുറത്തു വന്ന ചില ശബ്ദ സന്ദേശങ്ങൾ അത് കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്താണെങ്കിലും ആസിഫിന്റെ മരണം നടന്നിട്ട് ഇത്ര നാളായി, ഏതാണ്ട് 1 വർഷം ആകുന്നു. ഇതുവരെയും എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതാരുടെ വീഴ്ചയാണ്? ഇനി നമ്മൾ പോകുന്നത് ഇംഗ്ലണ്ടിലെ ആ മോർച്ചറിയിലേക്കാണ്. ആ ദുരൂഹത നിറഞ്ഞ മോർച്ചറി പരിസരം. ആ ഡാർലിംഗ്ടണിലെ മോർച്ചറിയിൽ മരിച്ചെന്ന് സ്ഥിരീകരിച്ച ആ സ്ത്രീ ശബ്ദമുണ്ടാക്കിയതെങ്ങനെ പരിശോധിക്കും. (2023) 2 വർഷങ്ങൾ മുമ്പാണ്. ഒക്ടോബർ 13-ാം തീയതിയാണ് സംഭവം. 54-കാരിയായിട്ടുള്ള ഒലിവ് മാർട്ടിൻ ഡാർലിംഗ്ടൺ സ്വദേശിയാണ്. അവൾ തങ്ങളുടെ 2 മക്കൾക്കായി അടുക്കളയിൽ തിരക്കിലാണ്. കുട്ടികൾക്ക് ടോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു അവർ. പെട്ടെന്ന് അടുക്കളയിൽ കുഴഞ്ഞു വീഴുന്നു. പിന്നീട് നടന്നതെല്ലാം അവിശ്വസനീയ സംഭവങ്ങളാണ്. വൈദ്യസംഘം ഒരു ഫോൺ വിളിയിൽ പാഞ്ഞെത്തി. പാരാമെഡിക്കൽ ടീം അവർ പരിശോധിച്ചു. പക്ഷേ യാതൊരു റെസ്പോൺസും അനക്കവുമില്ല ഒലിവ് മാർട്ടിനിൽ നിന്ന്. വീട്ടിൽ വെച്ച് തന്നെ അവർ ആ സ്ഥിരീകരണം നടത്തി. ആ 2 കുട്ടികളുടെ അമ്മ മരിച്ചിരിക്കുന്നുവെന്ന്. ഡാർലിംഗ്ടൺ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് അവരെ മാറ്റാനായി തീരുമാനം. അങ്ങനെ മൃതദേഹം ഡാർലിംഗ്ടൺ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് എത്തി. മോർച്ചറിയിലേക്ക് ആ മൃതദേഹം എത്തുന്ന സമയം ഏതാണ്ട് 2 മണിക്കൂർ നേരത്തെ വ്യത്യാസമുണ്ട് വീട്ടിൽ നിന്ന് എത്തുന്നത്. അവിടെയാണ് ആ ട്വിസ്റ്റ്. ഞെട്ടിത്തരിച്ചുപോയി മോർച്ചറിയിലെ ജീവനക്കാർ. മരിച്ചെന്ന് ഏകദേശം 2 മണിക്കൂർ മുമ്പ് വിധിയെഴുതിയ ഒലിവ് മാർട്ടിൻ ശബ്ദമുണ്ടാക്കുകയാണ്, കൈകൾ അനക്കുകയാണ്. അങ്ങനെ ആശുപത്രി ജീവനക്കാർ ആകെ പരിഭ്രാന്തിയിലായി. ശരിക്കും സംഭവിച്ചത് എന്താണ്? ആത്മാവ് മടങ്ങിയെത്തിയതാണ്. അന്ന് ആരോഗ്യ പ്രവർത്തകർക്ക് സംഭവിച്ചത് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയായിരുന്നു. ഒലിവ് മാർട്ടിൻ മരിച്ചുവെന്ന് അവർ തെറ്റായി വിധിയെഴുതുകയായിരുന്നു. 2 മണിക്കൂറോളം കഴിഞ്ഞ് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ആശുപത്രിയിൽ ആക്കിയിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. എന്നിട്ട് ഒലിവ് മാർട്ടിൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. ആ മോർച്ചറിയിൽ വെച്ച് ആ സ്ത്രീ അനങ്ങി. അല്പസമയത്തിനകം തന്നെ ഒലിവ് മരണത്തിന് കീഴടങ്ങി. മസ്തിഷ്ക ക്ഷതമാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ട്. തലച്ചോറിലേക്കുള്ള ഓക്സിജൻ ലഭിക്കുന്നതിൽ ക്ഷാമം അനുഭവപ്പെട്ടതായിരുന്നു ആ ബോധക്ഷയത്തിനുള്ള കാരണം. ആ 2 മണിക്കൂർ സമയം അവൾ ജീവന് വേണ്ടി പൊരുതുകയായിരുന്നു. നിശ്ചലയായി കിടന്നു. ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടികൾക്ക് അവരുടെ അമ്മയെ നഷ്ടമാകില്ലായിരുന്നു.
കുടുംബത്തിന്റെ പരാതിയിൽ നോർത്ത് ഈസ്റ്റ് ആംബുലൻസ് സർവീസിനെതിരെ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ക്രിമിനൽ കുറ്റങ്ങളൊന്നും ചുമത്തിയിട്ടില്ല. പക്ഷേ കേസിന്റെ തുടർ വിചാരണ ഇനി 2026 മാറ്റി ജനുവരി 30 പാരാമെഡിക്കൽ സംഘത്തിന് പറ്റിയ വലിയ വീഴ്ചയായി ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നു. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുമ്പോൾ അവരിറക്കിയൊരു വാർത്താക്കുറിപ്പുണ്ട്. ഞങ്ങളുടെ എല്ലാമായിരുന്നു അമ്മ. ഞങ്ങൾക്ക് അവരൊരു ധീര യോദ്ധാവായിരുന്നു. ആ യോദ്ധാവിന്റെ ധൈര്യം തന്നെയാണ് മരണത്തെ മുഖാമുഖം കാണുമ്പോഴും ആ തിരിച്ചെത്താൻ പാകത്തിന് അവർ അത്രമാത്രം സമയം ഓക്സിജൻ ലഭിക്കാതിരുന്ന സമയത്തും അവർ മടങ്ങിയെത്താനുള്ള ഒരു ശ്രമം നടത്തിയത്. എന്താണ് ഈ സംഭവത്തെ വിളിക്കേണ്ടത്? അത് പാരാമെഡിക്കൽ സംഭവത്തിന് പറ്റിയൊരു വീഴ്ചയാണോ, അതോ കേവലം അബദ്ധമോ? മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ കഴിയുമോ ഈ സംഭവത്തെ? ടെലിഫോണിലൂടെ അശ്ലീലം പറയുന്നത് ചിലർക്ക് ഒരു ഹരമാണ്. കോൾ സെന്ററിലേക്കൊക്കെ വിളിച്ച് വനിതാ ജീവനക്കാരുടെ അശ്ലീലം പറയുന്ന മനോരോഗികളെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയായിട്ടുള്ള CM with me നമുക്കറിയാം, വലിയ തോതിൽ ജനസമ്പർക്കം നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിലേക്കും വിളിച്ച് അശ്ലീലം പറഞ്ഞാലും അങ്ങനെയും ഉണ്ടായി ഒരു വിരുദ്ധ. ജനങ്ങൾക്ക് സർക്കാരുമായി നേരിട്ട് സംവദിക്കാനുള്ള പരിപാടിയാണ് CM with me. പൊതുജനങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ ഇതിന്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാമെന്നുള്ളതാണല്ലോ. ഉദ്യോഗസ്ഥർ ഫോൺ കോളിന് മറുപടി നൽകും. പരാതി ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടതാണോ ആ വകുപ്പിലേക്ക് കൈമാറുകയും ചെയ്യും. അങ്ങനെയാണ് CM with me പരിപാടിയുടെ ഒരു പോക്ക്. ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചാണ് അർജുൻ എന്ന ബിരുദന്റെ ഈ വഷളത്തരം. നിരന്തരമായി വിളിക്കുകയും വനിതാ ജീവനക്കാരെ അസഭ്യം പറയുകയും ചെയ്യും. ഒരു തവണയല്ല, 2 തവണയല്ല, പലവട്ടം ആവർത്തിച്ചു ഇയാൾ. മര്യാദയുടെ ഭാഷയിൽ ആദ്യമൊക്കെ മറുപടി നൽകി വനിതാ ജീവനക്കാർ. അർജുന്റെ ഫോൺ വിളിയും അശ്ലീലവും തുടർന്നതോടുകൂടി ഗതികെട്ട് ജീവനക്കാർ പരാതി നൽകി. മ്യൂസിയം പോലീസ്, തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ആലപ്പുഴ ചെങ്ങന്നൂർ വെൺമണി സ്വദേശിയാണ്. മുഴുവൻ പേര് അർജുൻ കുമാർ എന്നാണ്. 34 വയസ്സാണ് പ്രായം. ഓൺലൈൻ ഫുഡ് ഡെലിവറിയാണ് തൊഴിൽ. കഴക്കൂട്ടത്ത് ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ കേസുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇയാൾക്ക് മറ്റൊരു പ്രത്യേകതയുള്ളത്, അത് പോലീസുകാരുടെ ആരെങ്കിലും മരണം സംഭവിച്ചാൽ ആ പോസ്റ്റിന് താഴെ വന്ന് മോശമായി കമന്റ് ചെയ്യുന്ന പരിപാടി കൂടിയുണ്ട്. ആ സ്റ്റേഷനിലെ SHOയെ വിളിച്ച് അസഭ്യം പറയുകയും ചെയ്യും. എന്താണെങ്കിലും CM with me പോലുള്ളൊരു പരിപാടിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ പരിപാടിയിലേക്ക്, ജനസമ്പർക്കം നടത്തുന്ന പരിപാടിയിലേക്ക് ഇത്തരത്തിൽ അശ്ലീലം വിളിച്ചു പറയാൻ കാട്ടിയ ഇയാളുടെ ധൈര്യവും അല്ലെങ്കിൽ ആ മനോനിലയും അതാണ് സംശയിക്കേണ്ടത്. എന്തുതരം വൈകൃതമാണ് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. നിഗൂഢതകൾ 20 മണിക്കൂർ അവസാനിക്കുന്നില്ല. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. നേപ്പാളിൽ നിന്ന് നമ്മളിനി സ്പെയിനിലേക്ക് ഒരു മനുഷ്യക്കടത്തിന്റെ കഥയിലേക്കാണ് പോകുന്നത്. വലിയൊരു മനുഷ്യക്കടത്താണ് സ്പെയിനിൽ നടക്കുന്നത്. പാവപ്പെട്ട നേപ്പാളികൾ കഴിഞ്ഞിരുന്നത് അടിമകളെ പോലെയാണ്. വലിയൊരു സംഘത്തെയാണ് സ്പാനിഷ് പോലീസ് കഴിഞ്ഞ ദിവസം പൊക്കിയത്. ആ റാക്കറ്റിനെ ഇല്ലാതാക്കി കളഞ്ഞു സ്പാനിഷ് സംഘം.
മനുഷ്യരെ കടത്തുന്ന വൻ സംഘം. കിഴക്കൻ സ്പെയിനിലെ ഫാമുകളിൽ ജോലിക്ക് വേണ്ടി കൊണ്ടുവരുന്നവരായിരുന്നു ആ മനുഷ്യക്കടത്തിൽപ്പെട്ട ഇരകൾ. ഇല്ലീഗലായി, ക്രമരഹിതമായി നൂറുകണക്കിന് വിദേശ കുടിയേറ്റക്കാരെയാണ് ഇത്തരത്തിൽ കൊണ്ടുവന്നിരുന്നത് എന്നുള്ളതാണ്. ഈ റാക്കറ്റിൽ 11 പേരാണ് പിടിയിലായത്. 300-ലേറെ പേരെ ആ റാക്കറ്റിന്റെ കയ്യിൽ നിന്നും പോലീസ് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ ഭൂരിഭാഗവും നേപ്പാളിൽ നിന്നുള്ളവരായിരുന്നു. അലിഖാന്റെ, വലൻസിയ, സരഗോസ ഈ പ്രദേശങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടുത്തെ ഗ്രാമീണ മേഖലകളിൽ ജോലിക്കായി കൊണ്ടുവരുന്നവരാണിവർ. അതായത് വളരെ പാവപ്പെട്ട, ദാരിദ്ര്യമുള്ള ആളുകളെ കണ്ടെത്തി കൊണ്ടുവരുന്നു ഈ ഫാമുകളിൽ തൊഴിലെടുക്കുന്നതിനായി വേണ്ടി. ഷെങ്കൻ ടൂറിസ്റ്റ് വിസയിൽ അവർ ആദ്യം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തുന്നു. അവിടെ എത്തിച്ച ശേഷമാണ് ജോലിക്കായി ഈ നടത്തുന്ന മനുഷ്യക്കടത്ത്. വായു സഞ്ചാരമില്ലാത്ത ഇരുട്ട് നിറഞ്ഞ മുറികളിലാണ് ഇവരെ കിടത്തിയിരുന്നത് എന്നുള്ളതാണ്. പോലീസ് ഉള്ളിൽ ചെല്ലുമ്പോൾ കണ്ട കാഴ്ചകൾ അത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. ഒരു ജയിലിൽ കഴിയുന്നത് പോലെ അവർ ഇങ്ങനെ അട്ടിയിട്ട് ഇങ്ങനെ കിടത്തിയിരിക്കുന്നു. പലരും കിടക്കുന്നത് തറയിലാണ്. ആ തറയിൽ കിടന്ന് പല ദിവസങ്ങളിലും ഭക്ഷണമില്ലാതെ, എന്നാൽ അടിമപ്പണി ചെയ്ത് അവർ ജീവിച്ചു ദിവസങ്ങൾ. ആൽബസെറ്റ് പ്രവിശ്യയിലെ റെയ്ഡുകളിലാണ് ഇത്തരത്തിൽ പണവും വ്യാജരേഖകളും ഫോണുമൊക്കെ പോലീസ് പിടിച്ചെടുത്തത്. പീഡനമെന്ന് പറഞ്ഞാൽ കൊടിയ പീഡനമായിരുന്നു. ചിലർ ഒരു ദിവസം 12 മണിക്കൂർ വരെ ജോലി ചെയ്തിരുന്നുവെന്നാണ് പോലീസിനോട് മൊഴി നൽകിയത്. ജോലി ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ നിർബന്ധിച്ചു, പീഡിപ്പിച്ചു. പലർക്കും ശമ്പളം നൽകിയിരുന്നില്ല. വേതനം കിട്ടാതെ അവർ തൊഴിലെടുത്തു. ആഹാരമോ അത് പേരിന് മാത്രം. അസാധാരണ സാഹചര്യമെന്നാണ് സ്പാനിഷ് സർക്കാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അടിമത്തത്തിന് തുല്യമായിട്ടുള്ള മനുഷ്യ ധ്വംസനം. നിസ്സംശയം പറയാം, നേപ്പാളിൽ നിന്ന് അത്തരത്തിൽ സ്പെയിനിലെത്തി ഈ അടിമകളെ പോലെ ജീവിക്കേണ്ടി വരുന്ന അവർ എത്രമാത്രം കഷ്ടതയിലായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ. തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ ഒരു അരും കൊല നടന്നു. മരിച്ചത് ഗവൺമെന്റ് പ്ലീഡറാണ്. ചെങ്കോട്ട അവിടുത്തെ ജില്ലാ മുൻസിഫ് കോടതിയിലെ അഡീഷണൽ ഗവൺമെന്റ് ലീഡറാണ് ക്രൂരമായിട്ടുള്ള ആക്രമണം നേരിട്ടത്. മുത്തുകുമാരസ്വാമി, 45 വയസ്സായിരുന്നു പ്രായം. ഒരു സംഘം ആളുകൾ ഇദ്ദേഹത്തെ വെട്ടിവീഴ്ത്തുകയായിരുന്നു. തെങ്കാശി കൂളക്കട ബസാറിലാണ് ഇദ്ദേഹത്തിന്റെ വക്കീൽ ഓഫീസ്. ആ വക്കീൽ ഓഫീസിന് മുന്നിൽ നിൽക്കുമ്പോഴായിരുന്നു 2 വീലറിലെത്തി 2 അംഗ സംഘം അരിവാളുകൊണ്ട് വെട്ടിവീഴ്ത്തി. ആ വെട്ടിവീഴ്ത്തി ആക്രമണം നടത്തി അവർ ആ ബൈക്കിൽ തന്നെ രക്ഷപ്പെടുകയും ചെയ്തു. ഈ മുത്തുസ്വാമിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചു ഉടൻ തന്നെ. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായിരുന്നു. ആരാണ് ഇതിനു പിന്നിൽ എന്നുള്ള അന്വേഷണം അത് തുടരുകയാണ്. ആശുപത്രിയിൽ എത്തിച്ച മുത്തുസ്വാമിയെ രക്ഷിക്കാനായില്ലെങ്കിൽ പോലും ഇതിൽ ഒരു പരിഹാരം കണ്ടെത്തണം. ആരാണ് കുറ്റം ചെയ്തത് എന്ന് അന്വേഷിക്കണമെന്നുള്ള ആവശ്യം കുടുംബം ഉന്നയിക്കുന്നു. സ്വത്ത് തർക്കമാണ് ഇതിന് പ്രേരണയായത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. പക്ഷേ അതിലും ഒരു വ്യക്തതയില്ല. തെങ്കാശി പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടുമില്ല. പ്രതിഷേധം അത് തുടരുന്നു. പ്രതിപക്ഷവും പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ADMK അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള എടപ്പാടി പളനിസ്വാമിയൊക്കെ ഇതിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
കുറ്റക്കാരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് അവിടുത്തെ അഭിഭാഷകരുടെ സംഘടനയും പ്രതിഷേധ പ്രകടനം നടത്തി തെങ്കാശി. നമ്മൾ മലയാളികൾക്ക് ഈ പോലീസ് എൻകൗണ്ടർ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കൗതുകമാണ്. അത്രമാത്രം നമുക്ക് കേട്ട് പരിചയമൊന്നുമില്ല. എൻകൗണ്ടറിൽ വെടിവെപ്പ് നടത്തുക എന്നുള്ളതൊക്കെ വളരെ അസാധാരണമായ സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഉത്തരേന്ത്യയിലെ സാഹചര്യം അതല്ല. നമുക്ക് 3 എൻകൗണ്ടറുകളുടെ സംഭവങ്ങൾ, അതിലെ പശ്ചാത്തലം നോക്കി വരാം. ആ തോളത്ത് എടുത്തുകൊണ്ട് വരുന്നവരെല്ലാം ഓരോരോ കുറ്റങ്ങൾ ചെയ്ത പ്രതികളാണ്, കുറ്റവാളികളാണ്. ഉത്തർപ്രദേശിലെ ആംദാരിയിലെ എൻകൗണ്ടറിലേക്ക് ആദ്യം. ബല്ലിയ ജില്ലയിലാണ് 10 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിട്ടുള്ള പ്രതീക് വർമ്മയെ, ഇയാളുമായിട്ടാണ് ആദ്യ എൻകൗണ്ടർ നടക്കുന്നത്. അർദ്ധരാത്രിയിലായിരുന്നു ആ ഏറ്റുമുട്ടൽ. പ്രതിയുടെ ഇടത് കാലിൽ വെടിയേറ്റു. ആംദാരി ഗ്രാമത്തിലെ റാംജി വർമ്മയുടെ മകൻ ശിവം വർമ്മ എന്ന യശ്വന്തിന്റെ മൃതദേഹം നവംബർ 30 ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിനിടെയായിരുന്നു എൻകൗണ്ടർ. ഇയാൾ വെടിയുതിർത്തു, എന്നാൽ ആളെ പിടികൂടി. കുട്ടിയുടെ അമ്മാവൻ പരിഹസിച്ചതിൽ ദേഷ്യപ്പെട്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് എന്ന് സമ്മതിക്കുന്നുണ്ട് ഇയാൾ. ഒരു നാടൻ പിസ്റ്റളും വെടിയുണ്ടകളുമാണ് പോലീസ് കണ്ടെടുത്തത് ഇയാളിൽ നിന്ന്. ഇനി യു പിയിലെ മധുരയിലേക്കാണ്. യു പിയിലെ മധുരയിൽ ഒരു കൊലപാതക കേസിൽപ്പെട്ട ഒരു അന്തർ സംസ്ഥാന കുറ്റവാളിയെ കുറിച്ച് ഒരു വിവരം ലഭിക്കുകയാണ് പോലീസിന്. 25,000 രൂപ പ്രതിഫലം നേരത്തെ ഇനാം പ്രഖ്യാപിച്ചിരുന്ന ഒരു കുറ്റവാളിയാണ് ഇയാൾ. പേര് പുരൺ സിംഗ്. ഇയാളെ പറ്റി ഒരു രഹസ്യ വിവരം ലഭിക്കുന്നു പോലീസിന്. ഈ പുരൺ സിംഗ് എത്തുന്നുണ്ട് ഈ പ്രദേശത്ത്. ബെൽറ്റ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ പുരൺ സിംഗ് എത്താൻ പോകുന്നത്. വിനോദ് എന്നയാളിൽ നിന്ന് പണം സ്വീകരിക്കാൻ എത്തുന്നു എന്നുള്ളതായിരുന്നു പോലീസിന് ലഭിച്ച ഏക വിവരം. പോലീസ് അങ്ങനെ കാത്തിരുന്നു പുരൺ സിംഗിന്റെ വരവിനായി. അങ്ങനെ ബെൽറ്റ് സ്റ്റേഷൻ പരിധിയിൽ വിനോദ് എന്ന ആളിൽ നിന്ന് പണം സ്വീകരിക്കാനായി പുരൺ സിംഗ് എത്തി. ഒടുവിൽ ഏറ്റുമുട്ടലായി. സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും ബെൽറ്റ് പോലീസും സംയുക്തമായി ഓപ്പറേഷൻ നടത്തി. ഒരു പിക്കപ്പ് ട്രക്ക്, പിസ്റ്റളുകൾ, തിരകൾ ഇവയൊക്കെ പിടിച്ചെടുത്തു. ഒടുവിൽ വെടിയേറ്റ് വീണ പുരൺ സിംഗിനെ പോലീസ് പിടികൂടുകയും ചെയ്തു. അത് മറ്റൊരു എൻകൗണ്ടർ കഥ. ഇനി പഞ്ചാബിലേക്ക് കൂടി പോയി നമുക്ക് എൻകൗണ്ടറിന്റെ 3ാമത്തെ സംഭവം പരിശോധിക്കാം. പഞ്ചാബിലെ തരൺ തരാനിലാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടലുണ്ടായത്. തരൺ തരാനിൽ ഗുണ്ടാ നേതാവ് ലഖ്ബീർ സിംഗ് ലാൻഡയുടെ സംഘങ്ങളുമായിട്ടായിരുന്നു പോലീസിന്റെ ഏറ്റുമുട്ടൽ. ലഖ്ബീർ സിംഗ് ലാൻഡയ്ക്ക് ഈ പോലീസിന്റെ വെടിവെപ്പിൽ പരിക്കേൽക്കുകയും ചെയ്തു. ബൈക്കും പിസ്റ്റളും പിടിച്ചെടുത്തു. കഴിഞ്ഞ മാസം തരൺ തരാനിൽ ഒരു അധ്യാപകന്റെ കുടുംബത്തിൽ നിന്ന് 10 ലക്ഷം രൂപ ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു. നൽകാത്തതിനെ തുടർന്ന് ഇയാൾ എന്ത് ചെയ്തെന്നോ, അധ്യാപകന്റെ വീട് പെട്രോൾ ബോംബ് ഉപയോഗിച്ച് ആക്രമിച്ചു, അയാളെ കൊന്നു. അങ്ങനെ കുപ്രസിദ്ധനായിട്ടുള്ള ലാൻഡയെ പിടികൂടാൻ ലഖ്ബീർ സിംഗ് ലാൻഡയുടെ സംഘാംഗങ്ങളുമായി പോലീസ് ഏറ്റുമുട്ടി. അയാളെ പിടികൂടി. എല്ലായിടത്തും പോലീസ് മുട്ടിന് താഴെ വളരെ കൃത്യമായി ഏറ്റുമുട്ടലിൽ വെടിയുതിർത്ത് പിടികൂടുകയായിരുന്നു. ഈ എൻകൗണ്ടറുകളിൽ 3 കുപ്രസിദ്ധ പ്രതികളെ പിടികൂടി അന്വേഷണ സംഘങ്ങൾ.
നിഗൂഢതകളുടെ 20th അവർ നാളെ 20-ാം മണിക്കൂറിൽ. നമസ്കാരം.